ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നല്ലേ കാണുമ്പോൾ ഒരു റോക്കറ്റ് പോലെയൊക്കെ തോന്നും, പക്ഷേ ടേസ്റ്റ് നല്ല അപാരമാണ്, കാണാനും നല്ല അടിപൊളിയാണ്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡ് മതി കേട്ടോ നമുക്ക് ഈ ഒരു ഐറ്റം നല്ല വിശാലമായിട്ട് വയറ് നിറയാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പെപ്പർ പൗഡർ. അപ്പോൾ പെപ്പർ പൗഡർ എരിവിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയിടാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എടുത്ത ആ ഒരു ബ്രെഡ് ഇതുപോലെ ഒരു 5 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഫ്രൈ പാനിൽ ഇതുപോലെ ഒന്ന് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനിടയ്ക്ക് മിക്സ് ചെയ്തിരിക്കുന്ന മുട്ടയുടെ ഒരു മിക്സില്ലേ, അത് ഇതിൻ്റെ ഇടയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇടയിലും ഫുൾ വെളിയിലും ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു ബ്രെഡും പിന്നെ മുട്ടയുടെ മിക്സ്, പിന്നെ അല്ലാതെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നല്ല ഫുള്ളാവും. ഇനിയിപ്പോൾ ആ ഒരു മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ബർഗർ സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഏത് സോസാണെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോസേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോസേജ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മൊസറല്ല ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൊസറല്ല ചീസ് അല്ലെങ്കിൽ സാധാരണ ചീസില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും പിന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നു സെയിം അതുപോലെ തന്നെ ഏകദേശം. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയ ചൂടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെ ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് റോളൊന്നും എന്തോ ആണെങ്കിലും പറയാം, പക്ഷേ എനിക്കിത് കാണുമ്പം റോക്കറ്റ് പോലെ തോന്നുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. കാണാൻ തന്നെ നല്ല രസമില്ലേ. ഇനിയിപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഭംഗി. നമുക്ക് കുട്ടികൾക്ക് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഇത് കഴിക്കാനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മാസലാമ.